അല്ല, ഒന്ന് അവിടെ പൊതുവിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങളുണ്ട്. സർക്കാരിന് പോലും ആ പ്രയാസം ഉണ്ടായിരുന്നു. സർക്കാരിൻ്റെ പോലും പ്രയാസം. അതുകൊണ്ടാണല്ലോ ഒരു വർഷമായിട്ട് ഇപ്പോൾ 770 കോടി രൂപയാണ് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയത്, അല്ലേ? ഞാനും നിങ്ങളും കൊടുത്ത 770 കോടി രൂപ സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് സർക്കാരിന് ഭൂമിയുടെ മുകളിൽ വേറെ ഏതൊരു വ്യക്തിക്കുള്ളതിനേക്കാൾ, വ്യക്തികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ ഉള്ളതിനേക്കാൾ ആധികാരികത ഉണ്ടായിട്ട് പോലും ഇതുവരെ മാതൃകാ വീടിൻ്റെ നിർമ്മാണം പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരാൾക്ക് പോലും വീട് കൈമാറാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ഭൂമി ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നമില്ല, അത് പരിഹരിക്കപ്പെടുമെന്നാണ്. ഞങ്ങളും ഈ മാസം അവസാനം KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് ഈ മാസം അവസാനം ശ്രീ രാഹുൽ ഗാന്ധി വന്ന് തറക്കല്ലിടും. അത് യൂത്ത് കോൺഗ്രസിൻ്റെ ആദ്യ ഗഡു പണവും അന്ന് കൈമാറും. ഒരു കാര്യം കൂടി, പല്ലഞ്ചാത്തന്നൂർ സ്കൂൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. വളരെ അത് തീർച്ചയായിട്ടും ഞാൻ ശ്രീജിത്ത് അത് പറഞ്ഞപ്പോൾ തന്നെ അതിനു മുമ്പ് തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിരുന്നു, HMO ആയിട്ട് സംസാരിച്ചിരുന്നു. ശ്രീജിത്ത് സൂചിപ്പിച്ചപ്പോൾ തന്നെ അത് ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അടുത്ത ദിവസം നമുക്ക് എല്ലാവർക്കും കൂടെ ഇപ്പോൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ടാണ് അടുത്ത വർക്കിംഗ് ഡേ, നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ നമുക്ക് അവിടെ പോവുകയും അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധിയായിട്ട് എനിക്ക് പാലക്കാട് ഒരു അവസരം തന്നപ്പോൾ എൻ്റെ പ്രയോറിറ്റി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും അധികം ഫണ്ട് വെച്ചിട്ടുള്ളത് സ്കൂളുകൾക്കാണ്. പിന്നെ MLAയുടെ ഫണ്ടിൻ്റെ പരിമിതികളൊക്കെ അറിയാം. പിന്നെ മുൻ MLA ശ്രീ ഷാഫി പറമ്പിൽ, അദ്ദേഹത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി അദ്ദേഹം മുൻപ് നിർദ്ദേശിച്ചിരുന്ന 2 ബഡ്ജറ്റ് പ്രപ്പോസൽ ഫണ്ടുകൾ അതുകൂടി നമ്മൾ സ്കൂളുകൾക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട്. ഞാൻ MLA ആയതിന് അവസരം പാലക്കാട് തന്നതിന് ശേഷം മാത്രം 1 കോടി രൂപ വീതം 4 സ്കൂളുകൾക്കാണ് നമ്മൾ അനുവദിച്ചിട്ടുള്ളത്. പുതിയ സ്കൂളുകളുടെ 100 വർഷമൊക്കെ പഴക്കമുള്ള നമ്മുടെ 4 സ്കൂളുകളുടെ നിർമ്മാണം ചിലത് നടന്നുകൊണ്ടിരിക്കുന്നു, ചിലത് ഇപ്പം ആരംഭിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ 4 സ്കൂളുകളായി. പിന്നെ നമ്മുടെ ടൗണിൽ തന്നെയുള്ള 2 സ്കൂളുകൾ, 3 സ്കൂളുകൾ, മുനിസിപ്പാലിറ്റിയുള്ള മറ്റ് 3 സ്കൂളുകൾക്ക് മറ്റ് ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുമരപുരം സ്കൂളിൽ കൊടുത്തിട്ടുണ്ട്, മോയിൻ സ്കൂളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മൾ പല്ലഞ്ചാത്തന്നൂർ സ്കൂളിലും തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ ഇടപെടലും നമ്മുടെ MLAയുടെ ഫണ്ടിൽ നിന്നും ഉണ്ടാകും. തീർച്ചയായിട്ടും MLAയുടെ ഫണ്ടിൽ നിന്ന് ഞാൻ പറഞ്ഞത് മാറ്റുമെന്നുള്ള കാര്യത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ മാറ്റും. അത് പഞ്ചായത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. കുട്ടികളെ സുരക്ഷിതമല്ലാത്ത ആ സാഹചര്യത്തിൽ നിർത്താൻ കഴിയില്ല, അവരെ മാറ്റും. പക്ഷേ അത് ഒരു ശാശ്വത പരിഹാരമല്ല. ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് പുതിയ ബിൽഡിങ്ങാണ്. ആ പുതിയ ബിൽഡിങ്ങിന് വേണ്ടുന്ന പണം അത് MLA ഫണ്ടിൽ നിന്നടക്കം അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകുന്ന മറ്റ് ഫണ്ടുകളിൽ നിന്നടക്കം അനുവദിക്കുവാൻ കൂടിയിട്ടുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ട്. കോൺഗ്രസിൻ്റെ വീടിനകത്താണ് ഞങ്ങൾ 30 പണി. കോൺഗ്രസ് പണിയുന്ന വീടുകൾക്കകത്താണ് ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ 30 വീടുകളാണല്ലോ. ആ 30 വീടുകൾ ഞങ്ങൾ നിർമ്മിക്കും. 100 വീടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണല്ലോ. ആ 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് നിർമ്മിക്കും. അത് ശ്രീ രാഹുൽ ഗാന്ധി KPCC പ്രസിഡന്റ് അത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതാണ്. ശ്രീ രാഹുൽ ഗാന്ധി മാസാവസാനത്തോട് കൂടിയിട്ട് അദ്ദേഹം എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്.